Prosperity to the people lies in capitalism, entrepreneurship and initiative, not in red flags, strikes and agitations. ചെങ്കൊടിയിലല്ല, ഈ സമരത്തിലും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലും സമരത്തിലും വിപ്ലവത്തിലും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനവും വളർച്ചയും സാധ്യമാകുന്നത് മുതലാളിത്തം വഴിയാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇന്ന് പിണറായി വിജയൻ മുതൽ ഈ പി രാജീവ് വരെയുള്ള നേതാക്കന്മാർ ആഘോഷിക്കുന്നത്. കേരളം ചർച്ച ചെയ്യണം ഈ ലേഖനമെന്ന് ആവശ്യപ്പെടുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഈ പറയുന്ന കാര്യം കേരളത്തിലെ സഖാക്കന്മാരോട് മലയാളത്തിൽ, അവർക്ക് മലയാളം മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. ഇത് നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അംഗീകരിച്ചാൽ എനിക്ക് അവരോടുള്ള ആശയപരമായ എതിർപ്പിൽ വലിയൊരു ഭാഗത്തിന് മാറ്റം വരും, വലിയൊരു ഭാഗത്തിന്. കാരണം ഞങ്ങളൊക്കെ നാടിൻ്റെ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാകണം, സാമ്പത്തിക വളർച്ചയുണ്ടാകണം, യുവാക്കൾക്ക് തൊഴിലുണ്ടാകണം, നമുക്ക് കുറച്ചുകൂടി നല്ല നിലയിൽ നമ്മുടെ ജീവിത സാഹചര്യം ഉയർത്താൻ കഴിയണം. അതിന് ഈ രാജ്യത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ഉദാരവൽക്കരണത്തിൻ്റെ, സ്വകാര്യവൽക്കരണത്തിൻ്റെ, ആഗോളവൽക്കരണത്തിൻ്റെ നയങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ തലമുറകളോളം വേട്ടയാടി. അപ്പോൾ ഒരുപക്ഷെ ശരിയായിരിക്കും, ഒരുപക്ഷെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയിലേക്ക് ഇതിനെ ഏറ്റെടുക്കാൻ കാരണം ഞാനും ഒരു പരിധി വരെ അത് അംഗീകരിക്കുന്നു. കാരണം ഇപ്പം ഞങ്ങളാരും പറഞ്ഞാൽ അവർ അംഗീകരിക്കത്തില്ല. ഇപ്പോൾ ഒരു വിശ്വപൗരൻ്റെ സ്റ്റാറ്റസുള്ള അല്ലെങ്കിൽ ആ ഒരു നിലയിലുള്ള സ്റ്റേച്ചറുള്ള ശശി തരൂർ അത് പറഞ്ഞു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അവരത് അക്സെപ്റ്റ് ചെയ്തതിൽ ഈ വിഷയം കേരളം ചർച്ച ചെയ്യുന്നതിനേക്കാൾ മുമ്പ് കേരളത്തിലെ സഖാക്കന്മാരാണ് ചർച്ച ചെയ്യേണ്ടത്. സാധാരണ സഖാക്കൾ, ഒരു തൊഴിലാളി വർഗം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന, മുതലാളിത്തം അല്ലെങ്കിൽ മുതലാളിത്തം ഞങ്ങളുടെ ശത്രുവാണ് അല്ലെങ്കിൽ വർഗശത്രുവാണ് എന്ന് ഇത്രയും കാലം പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ തിരിച്ചു പറഞ്ഞു. വാട്ട് തരൂർ സെഡ് ഇസ് റൈറ്റ്. തരൂർ പറഞ്ഞ സത്യമാണ്. ഞങ്ങളും ഇന്ന് വിശ്വസിക്കുന്നത് മുതലാളിത്തമാണ് ഇതിൻ്റെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കുമുള്ള മാർഗമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗീകരിച്ചതിൽ, പറഞ്ഞതിൽ, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുത്തതിൽ, അത് കേരളം ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിച്ചതിൽ ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, തരൂരിൻ്റെ ലേഖനത്തിൽ അദ്ദേഹം കേരളത്തിൻ്റെ നമ്പർ 1 പൊസിഷനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, ദിസ് ഈസ് ആൻ അസ്റ്റോണിഷിംഗ് ഡെവലപ്മെൻറ്റ്. Not just single window approvals, but approvals of unbelievable rapidity seem to happening. As Rajiv pointed out, Kerala has significantly improved its ranking in ease of doing business, moving from 28 out of 29 states to a top position. ഇതാണ് അദ്ദേഹം കേരളത്തിൻ്റെ നമ്പർ 1 എന്ന സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരൂരിൻ്റെ ഓൺ ഒപ്പീനിയൻ പറഞ്ഞതായി കാണുന്നില്ല ഇതിനകത്ത്. ഇഫ് ട്രൂ ആൻഡ് നോട്ട് ജസ്റ്റ് ഹൈപ്പർബോൾ, പറഞ്ഞത് സത്യമാണെങ്കിൽ, പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് വലിയൊരു നേട്ടമാണ്. നോട്ട് ജസ്റ്റ് സിംഗിൾ വിൻഡോ അപ്രൂവൽസ് മാത്രമല്ല, ആൻഡ് റാപ്പിഡ് സിസ്റ്റം ഹാപ്പനിങ്. ആസ് രാജീവ് പോയിന്റഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പി രാജീവ് എന്ന കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കേരള ഹാസ് സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ് ഇറ്റ്സ് റാങ്കിങ് ഇൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, മൂവിങ് ഫ്രം 28 ഔട്ട് ഓഫ് 29 സ്റ്റേറ്റ്സ് ടു ടോപ്പ് പൊസിഷൻ. അതായത് അതാണ് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പി രാജീവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രചരണം എന്ന് പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം നമ്പർ 1 ആയി എന്ന് പ്രചരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോഴും അദ്ദേഹം സമാനമായ രീതിയിൽ അവകാശവാദം ഉന്നയിക്കുകയുണ്ടായി. പക്ഷെ ഞാൻ കാറ്റഗോറിക്കലി പറയാൻ ആഗ്രഹിക്കുന്നു, ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഇൻ ഫാക്ട് മിസ്ലീഡിങ് ഓർ ഇറ്റ്സ് റോങ്. അതായത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ 1 ആണെന്നുള്ള റാങ്കിങ് കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നത് തെറ്റായ റോങ് ഫാക്ച്വലി റോങ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സോ തരൂർ ഈസ് ജസ്റ്റിഫൈഡ് ഇൻ റൈറ്റിംഗ് ദിസ്. കാരണം അദ്ദേഹം രാജീവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഈ LDF സർക്കാരും രാജീവും നടത്തുന്ന PR വർക്കിൽ ദിസ് എ മിസ്ലീഡിംഗ് ഫാക്ട് ഓർ എ റോങ് ഫാക്ട്. ഞാൻ വീണ്ടും വളരെ കോഷ്യസായ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. ദിസ് ഈസ് എ മിസ്ലീഡിംഗ് ഓർ റോങ് ഫാക്ട്. ഞാൻ കാറ്റഗോറിക്കലി എൻ്റെ ബഹുമാനായ നേതാവ് ശ്രീ ശശി തരൂർ അടക്കം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ദ ഫാക്ട് വിച്ച് യു റെഫേർഡ് ഫ്രം രാജീവ്
ഈസ് അബ്സല്യൂട്ട്ലി റോങ് ആൻഡ് മിസ്ലീഡിങ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാമെന്ന്. കാരണം ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ റാങ്കിങ് 1 കേരളം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ ഇന്നു വരെ ഒരു കാര്യവും എഴുതിയിട്ടില്ല. ഒരു കാര്യം ഒരു ഇതുമില്ല. ദാറ്റ് ഐ ക്യാൻ പ്രൂവ്. ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. ഞാനിപ്പോൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അതായത് ഈസ് ഓഫ് ഡൂയിങ്ങിൽ റാങ്ക് 1 കേരളത്തിനാണ് എന്ന് കേന്ദ്ര സർക്കാർ എവിടെയും പറഞ്ഞിട്ടില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത് CPM സർക്കാരിൻ്റെയും CPM പാർട്ടിയുടെയും ഒരു തന്ത്രവും അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയാണ്.